നമസ്കാരം പ്രശാന്ത് സാർ. ബംഗ്ലാദേശിലെ ജയിലിൽ കിടക്കുന്ന ഇസ്കോൺ സന്യാസി മരണം വരെ നിരാഹാരത്തിലേക്ക് പോകുന്നു. യൂനസ് പട്ടാള മേധാവിയെ കണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതിന് ശേഷമാണ് ഈ ഒരു സന്യാസി ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പ്രചരണങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാർ ഇതിന് പുറകിലുള്ള കാരണങ്ങൾ? ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശിൽ മൊത്തത്തിൽ പ്രശ്നമാണ്, ആഭ്യന്തര പ്രശ്നം, പട്ടിണി, എല്ലാ രീതിയിലും കുഴപ്പങ്ങളാണ്. ഇപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഈ RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം വന്ന് ബംഗ്ലാദേശിലെ പറയുന്ന പോലെ ഹിന്ദുക്കളുടെ ഭാഗം ശ്രദ്ധിക്കണം, ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്ന് RSSന്റെ പ്രസ്താവന വന്നതിന് ശേഷം ജയിലിൽ കിടക്കുന്ന ഇസ്കോൺ സന്യാസി ഈ പറഞ്ഞതുപോലെ മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അത് വളരെ രൂക്ഷമായിട്ട് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതായത് അതിനുശേഷം യൂനസ് പട്ടാള മേധാവിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാള മേധാവി ഉസ്മാനെ കണ്ട് ഇതുപോലെ കാര്യങ്ങൾ ധരിപ്പിച്ചു. കാരണം ലോകത്തുടനീളം ഇതുപോലെ ന്യൂനപക്ഷ വേട്ട ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് ബംഗ്ലാദേശിലാണ്, ഹിന്ദുക്കൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധന്മാർക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും എതിരെയാണ്. അവിടുത്തെ അമ്പലങ്ങൾ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പള്ളികൾ നശിപ്പിക്കുന്നു, ആ ദേവാലയങ്ങൾ കൊള്ളയടിക്കുന്നു. ഈ രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തുളസി ഗബ്ബാർഡ് ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ സന്യാസിയുടെ നിരാഹാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സന്യാസിയുടെ നിരാഹാരം എന്ന് പറയുമ്പോൾ ഈ സന്യാസിയെ ഈ നേരത്തെ ഹിന്ദു ഹത്യ വളരെ കൂടുതലായിട്ട് അവിടുത്തെ യൂനസ് സർക്കാർ വന്നതിന് ശേഷം നടന്നുകൊണ്ട് പോവുകയും ഈ അന്ന് RSS ഇടപെട്ടു. RSS ലോകത്തുടനീളമുള്ള ഹിന്ദുക്കൾ ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ അവരുടെ ഹിന്ദു ഹത്യക്കെതിരെയും പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വലിയ ഒരു അല്ലെങ്കിൽ റാലിയും അല്ലെങ്കിൽ അത്തരങ്ങൾ സമ്മേളനങ്ങളും പ്രതിഷേധവും ഒക്കെ വന്നു. ആ റാലിക്കകത്ത് ഹിന്ദുക്കളുടെ റാലിക്ക് നേതൃത്വം കൊടുത്തത് ഇസ്കോൺ സന്യാസിയാണ്. ഈ ചിന്മയാനന്ദ എന്ന് പറയുന്ന സന്യാസിയാണ്. ആ സന്യാസിയെ രാജ്യദ്രോഹ കുറ്റം, ബംഗ്ലാദേശിലെ കൊടി താഴ്ത്തിക്കെട്ടി, അല്ലെങ്കിൽ സന്യാസി അല്ലെങ്കിൽ അത്തരത്തിൽ സന്യാസിയുടെയും അല്ലെങ്കിൽ മഠത്തിന്റെയും കൊടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിന് മനഃപൂർവ്വം രാജ്യദ്രോഹ കുറ്റം എടുത്ത് അദ്ദേഹത്തെ ജയിലിലിടുകയും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് അന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് അദ്ദേഹത്തിന് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി നിന്ന വക്കീലിനെ അദ്ദേഹത്തിന് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്നു. രണ്ടാമത് അദ്ദേഹത്തിന് ജാമ്യം എടുക്കാൻ വന്ന വക്കീലിനെ, അല്ലെങ്കിൽ വികലാംഗനായിട്ടുള്ള ഒരു വക്കീലാണെങ്കിൽ പോലും അയാളെ കോടതിയിൽ എത്തിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിന് ജാമ്യം എടുക്കാൻ വരുന്ന വക്കീലന്മാരെയും ജാമ്യം നിൽക്കാൻ വരുന്ന ആൾക്കാരെയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് യാതൊരു വിധമായ നീതിയോ ന്യായമോ കോടതിയിൽ നിന്ന് പോലും ലഭിക്കാത്ത രീതിയിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പം വീണ്ടും RSS ഇടപെടുകയും RSSന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് പോലെ സ്വാമി നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് തുളസി ഗബ്ബാർഡ് ബംഗ്ലാദേശിന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ പറ്റി സംസാരിക്കുന്നു. അവിടുത്തെ തീവ്രമായ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ അവസ്ഥയെ പറ്റി സംസാരിക്കുന്നു. ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഫോം ചെയ്യുന്നത് പാകിസ്ഥാനാണെന്ന് കണ്ടെത്തുന്നു. അത്തരത്തിലുള്ള പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഉൽപാദനവും അല്ലെങ്കിൽ അവരുടെ സ്വൈര്യവിഹാരത്തിനും ഇനി ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള തുളസി ഗബ്ബാർഡും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ അജിത് ഡോവലും അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ഈ പറയുന്ന ഇന്റലിജൻസ് മേധാവികൾ, ഏതാണ്ട് 10-20 രാജ്യങ്ങൾ ഇന്റലിജൻസ് മേധാവികളും കൂടി തീരുമാനിക്കുകയും അത്തരത്തിൽ തീരുമാനം ഉള്ളപ്പോൾ ഇതുപോലെ ഒരു ഇസ്കോൺ സന്യാസി നീതി ലഭിക്കാതെ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം നിരാഹാര
സത്യാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ, മരണം വരെ നിരാഹാരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും രാജ്യത്തുടനീളം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെപ്പറ്റി ചർച്ചയാകുകയും ബംഗ്ലാദേശ് ഒറ്റപ്പെടുകയും ഒരു പക്ഷേ നാളെ കാലത്തെ അവിടെ ഹിന്ദുക്കൾ വീണ്ടും സംഘടിച്ച് റോഡിൽ ഇറങ്ങുന്ന ഒരവസ്ഥ വന്നാൽ, ആ ഹിന്ദുക്കളുടെ ഭാഗമായിട്ട് ലോകം നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ, ഇപ്പോൾ തന്നെ യൂനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യൂനസിന്റെ ഈ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ യൂനസിന്റെ ഭരണം കൊണ്ട് ആ രാജ്യത്തേക്ക് പാകിസ്ഥാനികൾ കടന്നു കയറുന്നു. IS സഹായത്തോടുകൂടി ആ രാജ്യത്ത് കടന്നു കയറിയിരിക്കുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാക്കി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം കാരണം യൂനസ് ആണെന്ന് വരുന്നു. യൂനസ് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾ വെച്ചു പുലർത്തി അത്തരത്തിൽ താല്പര്യങ്ങൾ ആ രാജ്യത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഈ പറഞ്ഞ ഹസീനയുടെ പാർട്ടിയും ഏറ്റവും അവസാനം ഇവിടുത്തെ പട്ടാള മേധാവിയും ഒക്കെ പറയുന്നത് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ ഇല്ല എന്ന് യൂനസ് പലവട്ടം ആവർത്തിക്കുമ്പോൾ അത് ഹസീന ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ബംഗ്ലാദേശിന്റെ രാജ്യത്തിന്റെ താല്പര്യത്തിന് എതിരായിട്ട് നിൽക്കുന്നവർ ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ പറയുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാചകങ്ങൾ അപ്രസക്തമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും RSS നേരത്തെ ഇടപെട്ടപ്പോൾ സ്വാമിയെ പിടിച്ചകത്ത് വെച്ച ബംഗ്ലാദേശ് ഇപ്പോൾ RSS വീണ്ടും ഇടപെടുന്നു, ഹിന്ദുവിന് വേണ്ടി ഇടപെടുന്നു, ബംഗ്ലാദേശിന് വേണ്ടി ഇടപെടുന്നു. അത്തരത്തിലൊരു പ്രസ്താവന വന്നപ്പോൾ വീണ്ടും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒന്നിക്കുന്ന ഒരവസ്ഥ, സ്വാമി നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ, മരണം വരെ നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ, ബംഗ്ലാദേശ് ലോകത്തിന്റെ മുമ്പിൽ, അമേരിക്കയുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, ബംഗ്ലാദേശിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിൽ പട്ടാള ഭരണം വന്നേക്കാം. യൂനസ് പട്ടാള മേധാവിയെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പട്ടാള മേധാവിയെ കാണുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പോക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ ഈ പറയുന്നത് പോലെ സന്യാസി സത്യാഗ്രഹത്തിലേക്ക് പോയാൽ, ആ വാർത്ത വെളിയിൽ വന്നാൽ, ആ വാർത്തയ്ക്ക് ലോകം ഏറ്റെടുത്താൽ, ന്യൂനപക്ഷ വേട്ട ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്ത് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇടപെടൽ നടത്തുന്നതിനും യൂനസ് ഉൾപ്പെടെയുള്ളവരെ ഇതിന്റെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും ബംഗ്ലാദേശ് യൂനസിന്റെ കയ്യിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കെയർ ഓഫിലൊക്കെ ഉള്ള ഒരു ഭരണം വരുന്നു. ഇതും ആ ഒരു ആക്ഷേപത്തിന് കാരണം പട്ടാളം ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പട്ടാള മേധാവി ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നിന്ന് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആക്ഷേപം ഇപ്പൊ തന്നെ ബംഗ്ലാദേശിലുണ്ട്. ഏതായാലും ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുകയാണ്. RSS ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി മരണം വരെ നിരാഹാരത്തിലേക്ക് പോകുന്നു. ബംഗ്ലാദേശ് ഈ ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ നടക്കുന്നു എന്നുള്ളത് സമർത്ഥിക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകളും അവിടെ നിന്നുള്ള പ്രചരണങ്ങളും ഒക്കെയാണ് വരുന്നത്. ഏതായാലും ബംഗ്ലാദേശ് നാളെ എങ്ങനെ ആയിത്തീരുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.